കുറച്ച് നാളുകൾക്ക് മുമ്പായിരുന്നു ഇതേ കണക്കുണ്ട് ഈ പേളിമാണിയുണ്ട് ഈ ഉണ്ണി വ്ളോഗ്സിൽ ഉണ്ണിക്കൊരു മറുപടി എന്ന് കൊടുക്കുന്നുള്ള രീതിയിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് ഞങ്ങൾക്ക് പേളിയുണ്ട് ഈ എല്ലാ കാര്യങ്ങളും തുറന്ന് വീഡിയോയിൽ കാണിക്കുന്നുണ്ട്, കുട്ടികൾക്ക് അത് പ്രശ്നം അങ്ങനെ എങ്ങനെയാണെന്നും പറഞ്ഞായിരുന്നു ഉണ്ണി പറഞ്ഞിരുന്നത്. അതിനെന്നുള്ളൊരു മറുപടി പോലെയായിരുന്നു പറഞ്ഞിരുന്നത്. ആ സമയത്തുണ്ട് ഇത് കണക്ക് ദിയയുടെയും പേരും അതിനകത്ത് വലിച്ചിട്ടുണ്ടായിരുന്നു. ഈ കാര്യങ്ങളൊന്നും നീ ദിയയുടെ അടുത്ത് പോയി പറയരുത്, കാരണം അവളുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് വിഷമിക്കും എന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞിരുന്നത്. അത് കഴിഞ്ഞപ്പോഴാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുണ്ട് ഇത് കണക്ക് ദിയ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. താനുണ്ടെങ്കിൽ ഇനി മുതൽ കുട്ടികളെ ഉണ്ടെങ്കിൽ വീഡിയോയിലൊന്നും കാണിക്കത്തില്ല, എൻ്റെ കുട്ടികളെ പ്രൈവസി ഉണ്ടെങ്കിൽ മാനിക്കുന്നു എന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞിരുന്നത്. അതേ സമയത്തുണ്ടെങ്കിൽ ഇത് കണക്ക് പേളിക്കുണ്ടെങ്കിൽ മറുപടി എന്നുള്ള രീതിയിലുണ്ടെങ്കിൽ ദിയ പറയുന്നുണ്ട് ഇതേ കണക്ക് എല്ലാവരും ഉണ്ടെങ്കിൽ അവരവരുടെ മക്കളെ വേറെ രീതിയിലായിരിക്കും വളർത്തുന്നത്, ഓരോരുത്തരും ഉണ്ടെങ്കിൽ ഓരോ ഡിഫറൻറ്റ് വേ ആയിരിക്കും, ബാക്കിയുള്ളവരുണ്ടെങ്കിൽ അത് പറയേണ്ട ആവശ്യമില്ലെന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞിരുന്നത്. ഇതിപ്പോൾ പേളിക്കും അതോടെ തന്നെ ഉണ്ണിക്കും കൂടെ ചേർത്താണ് ഈ കാര്യങ്ങൾ പറയുന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇതേ കണക്കുണ്ട് ഈ പിള്ളേരുടെ എല്ലാ കാര്യവും കാണിക്കുന്നത് അത്ര ശരിയായിട്ടുള്ള കാര്യം തന്നെയല്ല. എന്നാൽ പോലും ഉണ്ട് ഇതേ കണക്ക് പേരൻസിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഇതേ കണക്ക് വന്നിട്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണമെന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട്. പക്ഷേ അതങ്ങനെയൊന്നുമല്ല, അവരുടെ ഇഷ്ടത്തിനാണ് കുട്ടികളെ ഉണ്ടെങ്കിൽ വളർത്തേണ്ടത്, അതല്ലാതല്ല. പിന്നെ ഇതേ കണക്കുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നമോ അല്ലെങ്കിൽ അവർ അബ്യൂസ് ചെയ്യുകയാണെങ്കിൽ അങ്ങനത്തെ ഉള്ള കാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും ബാക്കിയുള്ളവർക്ക് ഇടപെടാം. അതല്ലാതെ ഇതേ കണക്ക് ഒരു കുട്ടി എങ്ങനെ വളർത്തണമെന്ന് ബാക്കിയുള്ളവർ ഭയങ്കരമായിട്ട് അഡ്വൈസ് കൊടുക്കേണ്ട ഒരു കാര്യവും ഇല്ല.